ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ. ഇന്ന് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന ഐഡിയയാണ് ഞാൻ കാണിച്ചു തരുന്നത്. എനിക്ക് രാവിലെ 150 പേർക്കുള്ള ഒരു ബിരിയാണിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ സമയം ഉണ്ടായിരുന്നത് 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂർ കൊണ്ട് 150 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കണം, സാലഡ് ഉണ്ടാക്കണം, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കാണിക്കുന്ന അടിപൊളി കാറ്ററിംഗ് സൂത്രമാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഇതിനാവശ്യമുള്ള ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മീതെ കിടക്കുന്ന നെയ്യും പാടിയും എല്ലാം നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് കഴുകിയെടുക്കാൻ. ഞാൻ ആദ്യം തന്നെ പാടയെല്ലാം നീക്കം ചെയ്ത് വെച്ചു. നീക്കം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ലപോലെ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നല്ലപോലെ ക്ലീനാക്കിയാൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ആയിരിക്കും. ചിക്കനിൽ ബ്ലഡൊക്കെ ബാക്കി വന്നാൽ ബിരിയാണി പെട്ടെന്ന് മോശമായി പോകാനും ചാൻസ് ഉണ്ട്. നല്ല മെനക്കെട്ടുള്ളൊരു ജോലിയാണ് ചിക്കൻ കഴുകൽ. അത് കഴിഞ്ഞാൽ പകുതി പണിയും തീർന്നു. പാടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കല്ലുപ്പ്, അധികം കല്ലുപ്പിട്ട് നല്ല പോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ഇതിൻ്റെ ചോരയും അതായത് ബാഡ് സ്മെല്ലും എല്ലാം കളയണം. ഇങ്ങനൊരു 10 മിനിറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി അധികം വെള്ളം ഒഴിച്ച് നമുക്കിത് വീണ്ടും കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒരു കണ്ണരിപ്പയിൽ ഇട്ട് കൊടുക്കണം. മുഴുവൻ വെള്ളം മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാൻ പാടുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതിലേക്ക് സ്കിന്നോട് കൂടി അതായത് തൂവലോട് കൂടി 1.25 കിലോയുടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ 10 പീസാക്കി കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 15 കോഴിയാണ് ബിരിയാണിക്ക് വേണ്ടി വേണ്ടത്. നമ്മൾക്ക് ചിക്കൻ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടിയ വേസ്റ്റ് കണ്ടോ, പാടകളെല്ലാം കണ്ടോ? ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ബിരിയാണി ഉണ്ടാക്കുക. ചിക്കൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനാവശ്യമുള്ള സവാളകൾ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തക്കാളിയും കട്ട് ചെയ്തെടുക്കണം. ഇതെനിക്ക് രാവിലെ വന്ന ഓർഡറാണ്. 11:30 മണിയാകുമ്പോൾ ഈ ഓർഡർ കൊടുക്കുകയും വേണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. ഇനി തക്കാളി കട്ട് ചെയ്യണം. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് സമയം കളയാൻ ഒട്ടുമില്ല. 1 മിനിറ്റ് പോലും വേസ്റ്റാക്കാണ്ട് വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറയാം. ആദ്യം തന്നെ ഇഞ്ചിയെല്ലാം തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതെല്ലാം പേസ്റ്റാക്കി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചൊടുക്കണം. 1.25 കിലോയുടെ ചിക്കന് 75 ഗ്രാം ഇഞ്ചിയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. വെളുത്തുള്ളി 50 ഗ്രാം, പിന്നെ 75 ഗ്രാം പച്ചമുളകാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും മറ്റുള്ള സ്പൈസസ് ചേർക്കുന്നില്ല എങ്കിലും 100 ഗ്രാം വരെ പച്ചമുളക് എടുക്കാം. ഇനി പച്ചമുളകും നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് ഇത് അടിച്ചെടുക്കണം. കൂടുതൽ പേസ്റ്റ് ആവണമെന്നില്ല, എന്നാൽ പേസ്റ്റ് ആയില്ല കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ അടിച്ചെടുക്കുക. ഞാനിവിടെ ഇതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുക്കുക. ഞാനിവിടെ വെള്ളമൊക്കെ ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം എടുക്കാൻ സമയമില്ല. ഇനി കഴുകിയ ചിക്കനിലേക്ക് കുറച്ച് വിനേഗർ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എരിവിന് മുളക് പൊടി, കുറച്ച് റെഡ് ഫുഡ് കളർ, നമുക്കിത് ഓർഡറുള്ളതായത് കൊണ്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. പിന്നെ മുളക് പൊടി, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യാം. കറക്റ്റായിട്ട് ഇതിൻ്റെ അളവൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ലോണം ടൈം എടുക്കും. പിന്നെ ഗരം മസാല, പെപ്പർ പൗഡർ, കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുത്ത എള്ളുണ്ടല്ലോ, അതും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലോർ, അതേപോലെ മൈദ ഇത് രണ്ടും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വിനേഗർ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി നല്ല പോലെ മിക്സാക്കി എടുക്കാം. വിനേഗർ ചേർത്തതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ
ആ ഉള്ള സമയം കൊണ്ട് ഇത് വേഗം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഉപ്പും മുളകെല്ലാം പിടിക്കാനുള്ളതല്ലേ. കുറച്ച് സമയം വെച്ചാൽ തന്നെ ഇതിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടാവും. അതൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാൻ എടുത്താൽ മതി. ഇവിടെ ഞാൻ എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് റിഫൈൻഡ് ഓയിലാണ്. ഒരു 1/2 കപ്പ് റിഫൈൻഡ് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇങ്ങനെയാകുമ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചതിന് ശേഷമാണ് മിക്സാക്കി വെക്കുന്നത്. ഇവിടെ എല്ലാം കൂടി ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടിയുള്ള ചിക്കനാണ്. കോൺഫ്ലോർ മൈദ മിക്സ് എല്ലാം നന്നായിട്ട് പൊതിഞ്ഞെങ്കിൽ മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അല്പം കോൺഫ്ലോർ മൈദ മിക്സിൻ്റെ കുറവുണ്ട്. ഞാൻ വീണ്ടും അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് മാക്സിമം എത്ര സമയമുണ്ട് അതുവരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. സാധാരണ 4-5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യൽ. അപ്പോൾ ഇന്നതിന് സമയമില്ല. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് വിനേഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള പുളിയൊക്കെ തക്കാളിയിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സിമ്പിളായിട്ടുള്ളൊരു മാരിനേഷനാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ടൈം ഉണ്ടെങ്കിൽ 2-3 മണിക്കൂർ വെക്കാം. ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ വേറെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ ഗ്യാസ് അടുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് വേറെ തന്നെ കിടന്ന് ഫ്രൈ ആയി കിട്ടും. അതേപോലെ തന്നെയാണ് തക്കാളിയും നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയാൽ പെട്ടെന്ന് മിക്സാക്കി എടുത്താൽ മതി. ഏകദേശം 1 മണിക്കൂറൊക്കെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടാൻ ടൈം എടുക്കും. ഇപ്പോൾ മീഡിയം തീയിൽ വെച്ചിട്ട് ഞാൻ എല്ലാം കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ അടുപ്പിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 4 പാന് വെച്ചിട്ടാണ് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും. ഇത് ബിരിയാണിക്കുള്ള ഫ്രൈ ആണ്. ബിരിയാണിക്കുള്ള ഫ്രൈ ആകുമ്പോൾ കൂടുതൽ മൊരിഞ്ഞ് കിട്ടേണ്ടൊന്നും ആവശ്യമില്ല. ഇതേപോലെ 4 പാനിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടല്ലോ, എനിക്ക് വേറെയും അടുപ്പുള്ള കാരണം ഓരോ അടുപ്പിലും ഓരോന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ 4 അടുപ്പിൽ ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ട്. മറ്റേ അടുപ്പിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മൾ കാറ്ററിംഗ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും തുടങ്ങിയവരാണെങ്കിലും അടുപ്പെല്ലാം കൂടുതൽ വേണം. പിന്നെ വലിയ അടുപ്പിൽ ഞാൻ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു കോഴിക്ക് 1 കിലോ സവാള എന്ന കണക്കിന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സാധാരണ ഞങ്ങളുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ 1/2 മുതൽ 3/4 കിലോ വരെ സവാള മതിയാകും. ഇത് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ മസാലയുടെ അളവൊക്കെ കുറഞ്ഞു പോയാൽ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും 1 കിലോ സവാളയുടെ മസാലയാണ് കൊടുക്കാറുള്ളത്. ഇതേപോലെ മറ്റേ ഒരടുപ്പിൽ തക്കാളിയും ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ തക്കാളിയും നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടും. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ജോലി ഫിനിഷാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഭാഗത്ത് സവാള നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അതേപോലെ മറ്റേ അടുപ്പിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരടുപ്പിൽ തക്കാളി വേവാൻ വച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ അടുപ്പിൽ ചിക്കൻ ഫ്രൈ ആവാൻ വച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം നമുക്ക് റെഡിയായിട്ട് കിട്ടും. തക്കാളിയും നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. ഈ ഭാഗത്ത് സവാള നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ സവാള വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുക്കണം. ബിരിയാണി മസാല ഒക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
ഞാൻ ആദ്യം കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ മിസ്സായിപ്പോയി. പിന്നീട് നമ്മൾ മസാല എല്ലാം പാകം ചെയ്ത് കഴിഞ്ഞു ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഈ സവാളയിലേക്ക് മിക്സാക്കി എടുക്കണം. കണ്ടല്ലോ, ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഞാൻ ഇതുവരെ മീഡിയം തീയിലായിരുന്നു എല്ലാം വഴറ്റിയെടുത്തിരുന്നത്. അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരുന്നു എല്ലാം വഴറ്റിയെടുത്തത്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടേസ്റ്റിനൊക്കെ വ്യത്യാസം ഉണ്ടോ എന്ന്. ഒരു വ്യത്യാസവും ഇല്ല. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ദാ ഇവിടെ കുറച്ച് അധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കണം. ഇനി ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി കിട്ടണം. കൂടുതൽ സവാള ഒന്നിച്ച് വഴറ്റുന്ന സമയത്ത് വെള്ളമൊക്കെ വറ്റി കിട്ടാൻ കുറേ ടൈം എടുക്കും. ദാ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വന്ന മസാല മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇങ്ങനെയാകുമ്പോൾ ഒരു ഉപകാരം എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഇല്ല. ആദ്യം തന്നെ ഈ സവാളയുടെ കൂട്ടത്തിലൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഒഴിവായി കിട്ടും. ദാ ഇവിടെ എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി. ഇത് കൂടുതൽ ഫ്രൈ ആവേണ്ട, മാക്സിമം 10 മിനിറ്റ് തന്നെ വേണം തന്നെയല്ല, ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൈ ആയി കിട്ടും. ഇനി വീണ്ടും നന്നായിട്ട് മസാലയും ചിക്കനും മിക്സ് ആവണം. മിക്സ് ആയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് കൂടി ഇത് വേവിച്ചെടുക്കണം. അതായത് ഈ ചിക്കൻ്റെ ജ്യൂസെല്ലാം മസാലയിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കൂടുതൽ ചിക്കനുള്ള കാരണം നമുക്കിത് മിക്സാക്കി എടുക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആണുങ്ങളെ പോലെയല്ല നമ്മൾ പെണ്ണുങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ഇത് മിക്സാക്കി എടുക്കാനൊന്നും ഈസിയിൽ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ചട്ടോൻ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മണമുണ്ടല്ലോ, ഭയങ്കര മണമാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ സിമ്പിൾ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പെണ്ണുങ്ങൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ബിരിയാണിയൊക്കെ ഓർഡർ എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലൊരു വരുമാനം മാസത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ആഴ്ചയിൽ 3-4 പ്രാവശ്യം ബിരിയാണിയുടെ ഓർഡർ കിട്ടാറുണ്ട്. ബിരിയാണി എന്നല്ല, പല ഐറ്റംസും ഞാനിവിടെ ഓർഡർ എടുത്ത് റെസിപ്പീസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതാ ഞാൻ വീണ്ടും ഗരം മസാല പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫ്രഷായിട്ടുള്ള കുരുമുളക് പൊടിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. ഈ കുരുമുളക് പൊടിക്കുന്ന സമയത്തും ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏലക്ക, ഗ്രാമ്പു എല്ലാം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് വറുത്തത്. അപ്പോൾ അതും കൂടി ഇട്ട് വീണ്ടും നമുക്ക് മിക്സാക്കി എടുക്കാം. ഈ ചിക്കൻ പൊടിഞ്ഞു പോകാതെ രീതിയിൽ വേണം നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാൻ. ഏകദേശം നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി മസാലയൊക്കെ നമ്മൾ ചേർത്തും കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഫുൾ തീയിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കണം. ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതിരിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അവസാനം നമ്മൾ കൊടുക്കുന്ന സമയമുണ്ടല്ലോ, മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ടാണ് കൊടുക്കൽ. ഇപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഈ മല്ലിയില എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണം. ആ രീതിയിൽ വേണം മിക്സാക്കി എടുക്കാൻ. ഇത് സിമ്പിൾ ബിരിയാണി റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതൽ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കൂടുതൽ ടൈം നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാനും പറ്റിയിട്ടില്ല. ഇനി വെറൈറ്റീസ് ആയിട്ടുള്ള ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പല രീതിയിലുള്ള ബിരിയാണിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
ഇതാ ഇപ്പോൾ ബിരിയാണിയെല്ലാം ഒന്ന് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തു. ഇതാ വെള്ളമെല്ലാം വറ്റിയത് കണ്ടില്ലോ. ഈ ഒരു പരുവത്തിൽ വേണം മസാല റെഡിയാക്കി എടുക്കാൻ. ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ വഴറ്റിയെടുത്താൽ മസാലയെല്ലാം നന്നായിട്ട് ഒരു പൊതിഞ്ഞ പരുവത്തിലായി കിട്ടും. ഇങ്ങനെയാവുമ്പോൾ ബിരിയാണി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി വീണ്ടും നമുക്ക് മല്ലിയിലെല്ലാം ഇട്ടതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് മിക്സാക്കി എടുത്താൽ മതി. ഇനി കൂടുതൽ മിക്സാക്കാനൊന്നും നിൽക്കണ്ട. കുറേ മല്ലിയിലൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ അത് വീണ്ടും ഇട്ട് കൊടുത്തു. അതല്ല ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ അത് കുറച്ച് കഴിയുമ്പം ഇങ്ങനെ വാടിയിട്ട് വെറുതെ വേസ്റ്റാവും. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാകുമ്പോൾ നമുക്ക് ഇത്ര നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് വലിയ വട്ടത്തിലുള്ള ചീനച്ചട്ടി, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 2-3 ലിറ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അത് വലിയ ചീനച്ചട്ടിയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ക്രിസ്പി ആവണം. ഏകദേശം 10-12 മിനിറ്റ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയമാകുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. ഇതിലേക്ക് കോൺഫ്ലോറും അതേപോലെ തന്നെ മൈദയൊക്കെ ചേർത്തതുകൊണ്ട് ഭയങ്കര ക്രിസ്പിയാണ്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റും അതേ സ്ട്രക്ചറോടും കൂടിയുള്ള ചിക്കൻ ഫ്രൈ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരുന്നത്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചെന്നത് ചെറിയ ടൈം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഓർഡർ എടുത്തിട്ട് ആ സമയത്തിനുള്ളിൽ തന്നെ ആ ഓർഡർ കൊടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ പറയാൻ നിന്നാൽ ഇത് ഏകദേശം 1 മണിക്കൂറൊക്കെ നീണ്ടു പോകും. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ വീണ്ടും അടിപൊളിയായിട്ട് ഇതിൻ്റെ എല്ലാ റെസിപ്പീസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് സഹായത്തിനുള്ള ആളെ വിളിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തനിച്ച് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി. ടൈം ആകുമ്പോൾ 11:30 മണിയാകുമ്പോൾ വണ്ടി വന്നു. ആ വണ്ടിയിൽ തന്നെ സാധനം വെച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് റൈസ് ഉണ്ടാക്കുന്ന സമയത്തും ഞാൻ 2 പാത്രത്തിലാണ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് ടൈം കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വന്നു. ഇതാ ഇപ്പോൾ ബാക്കിയുള്ള ചിക്കൻ എല്ലാം കൂടി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. തീർച്ചയായിട്ടും സ്ത്രീകൾക്കെന്ന് മാത്രമല്ല നമുക്ക് ആണുങ്ങൾക്കും വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ കാറ്ററിങ്. ഞാൻ കാറ്ററിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. സ്ത്രീകൾക്കെന്ന് മാത്രമല്ല വെറുതെ വീട്ടിലിരിക്കുന്ന ആണുങ്ങൾക്കും ഇതേപോലെ ഓർഡറൊക്കെ എടുത്ത് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് കാറ്ററിങ്ങിലൂടെ സമ്പാദിക്കാൻ പറ്റുന്നതായിരിക്കും. ആണുങ്ങൾ പുറത്ത് പോയിട്ട് സമ്പാദിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അത്രയും നമുക്ക് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ കാറ്ററിങ്. നല്ല രുചി ഉണ്ടാവണം, നല്ല ക്ലീൻ ഉണ്ടാവണം. അപ്പം അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു പ്രാവശ്യം ഒരാൾ കൊണ്ടാൽ പിറ്റേ ദിവസം നമുക്ക് ഓർഡർ തരികയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു കാറ്ററിംഗ് സംരംഭം വീട്ടിൽ തന്നെ തുടങ്ങുക. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സവാള ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതേപോലെ കാഷ്യൂനട്ട് ഇതേ ഓയിൽ തന്നെ വറുത്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കിസ്മിസ് ഉണ്ടല്ലോ അതും വറുത്തെടുക്കണം. അപ്പോൾ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്ന ബിരിയാണിയിൽ ഇപ്പോൾ കാഷ്യൂനട്ട് ആയാലും കിസ്മിസ് ആയാലും പിന്നെ ഫ്രൈ ചെയ്ത ഓണിയൻ ഒക്കെ ഇട്ട് തന്നെ കൊടുക്കണം. അതേപോലെ മുകളിൽ മല്ലിയിലൊക്കെ വിതറി നമുക്ക് ഇച്ചിരി ഫുഡ് കളറൊക്കെ ഇട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മാത്രമേ ഒരു അട്രാക്ഷൻ കാണുകയുള്ളൂ. നമ്മൾ പൈസ വാങ്ങിയിട്ടാണ് ഈ റെസിപ്പി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിശുക്കത്തരൊന്നും കാണിക്കാണ്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളെ തേടി
ഓർഡറുകൾ തുരുതരാ വരുന്നതായിരിക്കും. എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ 150 പേർക്ക് 20 കിലോ റൈസിൻ്റെ ബിരിയാണിയാണ്, അതായത് ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നെയ്യ് പിന്നെ വെളിച്ചെണ്ണ ഇത് രണ്ടും ഒരേ അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ചെറിയ ജീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഏലക്ക കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ഈ ക്യാരറ്റ് എല്ലാം ബിരിയാണി റൈസിൽ കാണുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ തനിമ റൈസ് വച്ചിട്ടാണ് ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കൽ. അതല്ലാന്നുണ്ടെങ്കിൽ ജീരകശാല റൈസ്. പിന്നെ ചില ആൾക്കാർ പിന്നെ വലിയ അരി ഉണ്ടല്ലോ, ബസ്മതി റൈസ്, അപ്പോൾ അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ചെയ്ത് കൊടുക്കും. പൊതുവേ ബിരിയാണി കഴിക്കാൻ ടേസ്റ്റ് ചെറിയ അരി വെച്ചിട്ടുണ്ടാക്കലാണ്. അതും തനിമ റൈസ് കൊണ്ടും അതേപോലെ ജീരകശാല കൊണ്ടും ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ കാസർഗോഡ് പൊതുവെ ഇത് 2 റൈസ് തന്നെയാണ് ഉപയോഗിക്കൽ. പിന്നെ പല റൈസും ഉണ്ട്, എന്നാലും ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ 2 റൈസാണ്. ഇനി ഈ തനിമ റൈസും ജീരകശാല ഉണ്ടാക്കുമ്പോൾ 1 കപ്പിന് 1.5 കപ്പ്. ഇനി വലിയൊരു പാത്രത്തിലാണ് അളക്കുന്നതെങ്കിൽ 1 പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം. ഇനി ഒരു പാട്ടയിലാണ് അളക്കുന്നതെങ്കിൽ 1 പാട്ടയും 1 പാട്ടയ്ക്ക് 1.5 പാട്ട വെള്ളം, അങ്ങനെയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. പിന്നെ റൈസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അരി ഇട്ട ഉടനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇല്ല എങ്കിൽ അടിയിൽ പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കും, ഇങ്ങനെ ഒരു ഉരുണ്ട് ബോൾ പോലെ ആവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ റൈസ് വെന്ത് വരുന്ന സമയത്ത് ആ ഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അരി ഇട്ട സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിൽ ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചെടുക്കണം. ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ടേസ്റ്റെല്ലാം ഡബിളായിട്ട് ഈ ബിരിയാണിയിൽ കിട്ടും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാൻ ചേർക്കാറുണ്ട് കേട്ടല്ലോ. ഇനി കുറച്ച് നെയ്യുണ്ടല്ലോ, അത് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നല്ല പോലെ അരി ഇങ്ങനെ തിളച്ച് വരണം. അപ്പോൾ അതുവരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ ഇളക്കുന്ന സമയത്ത് സാവധാനത്തെ ഇളക്കണം കേട്ടോ. ഈ അരിയൊന്നും അങ്ങനെ പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം മൂടി വെച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കണം. അതായത് മൂടി വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മുടെ കാലിയായിട്ടുള്ള സിലിണ്ടർ ഉണ്ടല്ലോ, ഗ്യാസ് സിലിണ്ടർ, അത് വെച്ച് കൊടുത്താൽ മതി. 10 മിനിറ്റിന് ശേഷം തീ ഓഫാക്കിയിട്ട് വീണ്ടും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിൻ്റെ മുകളിലേക്ക് സവാള, ഫുഡ് കളർ, അതേപോലെ കാഷ്യൂനട്ട്, കിസ്മിസ്, മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ ചെറിയ തീയിലായിരിക്കണം ദം ചെയ്യേണ്ടത്. ഇനി മൂടി വെച്ച് അതിൻ്റെ മീതെ നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് വീണ്ടും ഒരു 1/4 മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രം കളറൊക്കെ ചേർത്താൽ മതി. ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തതും ഒക്കെ കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അവർ ഓട്ടോറിക്ഷ അയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ വലിയ പാത്രം വെച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 10 കിലോ ആയിട്ട് 2 പാത്രത്തിലായിട്ടാണ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ജോലി കുറച്ച് കൂടും. പിന്നെ നമ്മുടെ പാർട്ടീസിൻ്റെ ആഗ്രഹവും ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്നെല്ലാം പറയുന്നതിനേക്കാൾ എളുപ്പം 2 പാത്രത്തിൽ റൈസ് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഒരു കാര്യമുണ്ട്, അവർക്ക് വിളമ്പുന്ന സമയത്ത് 1 മാത്രം പൊട്ടിച്ചാൽ മതി. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇനി ഇതിൻ്റെ ഫുൾ വീഡിയോ ആവശ്യമാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ ജസാക്കല്ലാഹ് ഖൈർ.